ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. ഒരു യാത്രയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഏകദേശമൊക്കെ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞു, പെട്ടിയെല്ലാം അടുക്കി കഴിഞ്ഞു. ദേ 2 പെട്ടിയൊക്കെ റെഡിയാണ്. കൊണ്ടുപോകാനുള്ള കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ ലേഡീസ് ഒള്ളി ട്രിപ്പിലേക്കാണ് പോകുന്നത്. ഐലൻഡ് ട്രിപ്പ്, അതായത് ഫുക്കറ്റ് ആൻഡ് ക്രാബി. ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഞാൻ കൊച്ചിയിലേക്കാണ് ആദ്യം പോകുന്നത്. ബോബി ചേട്ടനാണ് എന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവിടാമെന്ന് പറഞ്ഞത്. ഒരു ചെറിയ ഡ്രൈവാണ്, കാര്യം നമ്മുടെ വീട്ടിൽ നിന്നും വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ തമ്പാനൂർ എന്ന് പറഞ്ഞ നമ്മുടെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്താനായിട്ട്. അങ്ങനെ ഒരു പോർട്ടറുടെ സഹായത്തോടു കൂടി എൻ്റെ 2 ബാഗും പുള്ളിക്കാരൻ തന്നെയാണ് എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് ഒട്ടും തന്നെ വെയിറ്റ് എടുക്കേണ്ടി വരില്ലല്ലോ. അതൊരു വലിയ സൗകര്യമായി സത്യം പറഞ്ഞാൽ. പോർട്ടേഴ്സിൻ്റെ സർവീസ് എടുക്കുകയാണെങ്കിൽ മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഏത് കറക്റ്റ് പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ എത്തേണ്ടത് അവിടെ അവർ തന്നെ കൊണ്ടുപോയി നമ്മളെ എത്തിക്കും. മാത്രമല്ല, ഏത് ബോഗിയാണ്, ഏത് സീറ്റ് നമ്പറാണ് ഒക്കെ പറഞ്ഞു കൊടുത്താൽ അവർ കറക്റ്റായിട്ട് നമ്മളെ അവിടെ എത്തിച്ചു തരും. അതാണൊരു വലിയൊരു സൗകര്യമാണ്. നേത്രാവതി എക്സ്പ്രസ്സിലാണ് ഞാൻ പോകുന്നത്. സ്റ്റേഷനിൽ കുറച്ച് നേരത്തെയാണ് എത്തിയിരിക്കുന്നത്. അരമണിക്കൂറിൽ കൂടുതൽ നേരത്തെയാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അതായത് എനിക്ക് കുറച്ച് നേരത്തെ വരണം. പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷനാണെങ്കിലും എയർപോർട്ട്സ് ആണെങ്കിലും ഒരു ചെറിയ ടെൻഷനാണ്. സമയത്തിന് ലാസ്റ്റ് മിനിറ്റ് ഓടി വരികയാണെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻസ്ഡ് ആവും. ഞാൻ ആ ട്രെയിനിലേക്ക് കയറാൻ, അയ്യോ പെട്ടെന്ന് കയറേണ്ടി വരുമോ, എങ്ങനെയാണ്, ഓടി കയറണോ, അങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ നേരത്തെ വന്നിങ്ങനെ സെറ്റിൽ ഡൗൺ ചെയ്ത് നിൽക്കുമ്പോൾ അതൊരു ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ്. അതാണ് എനിക്കങ്ങനെയാണ് ഇഷ്ടം. നേത്രാവതി സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെ നിന്നാണ്. അങ്ങനെ നേത്രാവതി എക്സ്പ്രസിൻ്റെ അകത്താണ് ഇപ്പോൾ. എനിക്കൊരു സൈഡ് സീറ്റാണ് കിട്ടിയത്. സെക്കൻഡ് EC-യിൽ ഒരു സൈഡ് ലോവർ ബർത്ത്. സുഖമായി സമാധാനമായിട്ട് എവിടെ ഇരുന്ന് പോവാം. ഓക്കെ, ഉച്ചയോടുകൂടി എത്തും, കൊച്ചിയിലെത്തും. പിന്നെ ഒന്ന് നമ്മുടെ സെക്കൻഡ് റൂമിൽ പോയി ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഡ്രസ്സൊക്കെ മാറി ഫ്രഷായി രാത്രി. ഞാൻ വരുമ്പോൾ ആൾക്കാരൊന്നുമില്ല. ഞാൻ ഇച്ചിരി വെളിയായിട്ട് അതേ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഇന്ന് രാത്രി 12 മണിക്കാണ് നമ്മുടെ ഫുക്കറ്റിലേക്കുള്ള ഫ്ലൈറ്റ്. ഒരു 9 മണിക്ക് നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തണം എല്ലാവരും, ടീം മെമ്പേഴ്സ്. ഓക്കെ, ഞാനിപ്പോൾ ഇപ്രാവശ്യം മോളും ഇല്ല, അനുകുട്ടിയില്ല. അതിൻ്റെ ഒരു വിഷമത്തിലാണ് ഞാൻ. ആക്ച്വലി അനുകുട്ടിക്കും എല്ലാവർക്കും ടിക്കറ്റ്, കുഞ്ഞിനൊക്കെ ടിക്കറ്റ് റിസർവ് ചെയ്തിരുന്നതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ ട്രിപ്പിൽ അവർക്ക് വരാൻ പറ്റിയില്ല. വിഷമമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. പക്ഷേ കുഞ്ഞിൻ്റെ ഹെൽത്ത് നോക്കുമ്പോൾ ഒരു എന്താ പറയുക, മാഞ്ചസ്റ്റർ, ദുബായ്, ഇങ്ങനെ കുറേ യാത്രകളായി. ഉസ്ബക്ക് കഴിഞ്ഞിട്ട് വന്നിട്ട് അപ്പോൾ കുഞ്ഞു മോളല്ലേ. അപ്പം ഇനിയും ഒരു 4 hours ഇതുപോലെ ട്രാവൽ. പിന്നെ അത് എയർപോർട്ടിൽ നിന്ന് മലേഷ്യയിൽ ഒരു 5 hours സ്റ്റോപ്പ് ഓവർ, 4 hours ജേർണി. പിന്നെ അത് രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റാതെ ഡിസ്റ്റർബ്ഡ് ആവും ഷെഡ്യൂൾ. അപ്പോൾ ഇപ്രാവശ്യം ഓക്കെ, മോൾ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഒരു 1-2 മാസം വീട്ടിലാദ്യം ലോങ് ട്രിപ്സ് ഒന്നുമില്ല. കഴിയുമ്പോൾ ഇവിടെ എല്ലാം ആളാകും. ഓക്കെ, ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ കിടക്കുമോ. ഓക്കെ, ഏകദേശം ഉച്ച സമയമായിട്ടുണ്ട്. എറണാകുളം സൗത്ത് സ്റ്റേഷനിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെയും ഒരു പോർട്ടറിന്റെ സഹായം വേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടി തന്നെയാണ് ഞാനിപ്പോൾ ഒരു ടാക്സിയും ഒക്കെ അറേഞ്ച് ചെയ്ത് അതിനകത്തേക്ക് ബാഗ് എല്ലാം കൊണ്ടുവച്ച് തന്നു. യെസ്, ഇനി നമ്മളുടെ സെക്കൻഡ് ഹോമിലേക്കുള്ള യാത്രയാണ്. അങ്ങനെ ഫൈനലി എത്തിയിരിക്കുന്നു നമ്മളുടെ സെക്കൻഡ് ഹോം, കൊച്ചിയിലെ എറണാകുളം. ഇവിടെ ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ 2 മാസത്തിൽ കൂടുതലായി. ഉസ്ബെക്കിസ്ഥാനിൽ പോകുന്ന സമയത്താണ് വന്നത് ലാസ്റ്റ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ മാഞ്ചസ്റ്ററും ദുബായിലൊക്കെ പോയി ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം എത്തുന്നു. എനിക്ക് ഭയങ്കര വിഷമം ഇവിടെ വന്നപ്പോൾ. ലാസ്റ്റ് ടൈം വന്നപ്പോൾ കുടുംബവും അനുകുട്ടി ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഭയങ്കര ബോറ്. അവരെ കാണാൻ ഒരു ഭയങ്കര മിസ്സിങ്. ഓക്കെ, എന്തായാലും ഇനി ഇവിടെ ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് വൈകുന്നേരം ആകുമ്പോൾ, ഇപ്പോൾ ഉച്ച ഒരു 2:30 ആകാറായി. അല്ല 2:30 ആയോ, 2:30 ആകാറായി ഏകദേശം. ഓക്കെ, സ്റ്റേഷനിൽ നിന്ന് വന്നു. ഇനി ഒരു ഇവിടുന്ന് ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ നെടുമ്പാശ്ശേരിയിലേക്ക് പോകണം. അപ്പോൾ അതുവരെ റെസ്റ്റ് എടുക്കാം. പിന്നെ കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറിയിട്ട്, ബാഗൊന്നും ഞാൻ അൺപാക്ക് ചെയ്യുന്നില്ല, നമ്മളെല്ലാം പാക്ക് ചെയ്ത് വന്നിരിക്കുകയാണ് യാത്രയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി എയർപോർട്ടിൽ പോയിട്ട് ബാക്കി വിശേഷം. അങ്ങനെ നെടുമ്പാശ്ശേരിയിലേക്ക് പോവാണ്. ഡ്രസ്സൊക്കെ ചെയ്തു. ഓക്കെ, 12 മണി കഴിഞ്ഞിട്ടാണ് ഫ്ലൈറ്റ്. 12:15 മറ്റാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്.
ബട്ട് ഐ മിസ് അനുമോൾ ആൻഡ് പുടുക്കുട്ടി. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ ഒരു വിഷമം. അവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു തന്നെ എനിക്ക്. എല്ലാവർക്കും അങ്ങനെയായിരുന്നു കേട്ടോ, കഴിഞ്ഞ പ്രാവശ്യം എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ ഇതൊരു ട്രാവലിംഗ് കോസ്റ്റ്യൂമായിട്ട് ബ്ലാക്ക് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതൊരു ഡ്രസ്സാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഒരു ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 8 മണി ആകുമ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് 9 മണിക്കകത്ത് നമ്മളവിടെ എത്തണം എന്നാണ് എല്ലാവരും. 9 o'clock എത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്, താഴേക്ക് പോകും. വീണ്ടും ഒരു ഊബർ ടാക്സിയിൽ ഞാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോവുകയാണ്. പറഞ്ഞ സമയത്ത് തന്നെ എയർപോർട്ട് എത്തിക്കഴിഞ്ഞു. അഡ്വാൻസ് ആയിട്ട് എയർപോർട്ടിലെത്തി. അവരെല്ലാവരും വരുന്നൊരു സമയം പറഞ്ഞിരുന്നു. ആ ടൈമിൽ ഞാനും എത്തിക്കഴിഞ്ഞു. ടീം മെമ്പേഴ്സ് എല്ലാവരും വന്നിട്ടുണ്ട്. കുറേ ആൾക്കാർ എനിക്ക് പരിചയമില്ല, കുറച്ച് പേരെ പരിചയമുള്ളവരും ഉണ്ട്. അങ്ങനെ എത്തിക്കഴിഞ്ഞ് എല്ലാവരെയും ഒന്ന് പരിചയപ്പെട്ടു. ഉസ്ബെക്കിസ്ഥാനിൽ പോയപ്പോൾ നമ്മളുടെ കൂടെ ഈസ്റ്റ് വിങ്ങിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ബൂച്ചറിൻ്റെ കസിനായിട്ടുള്ള പ്രേം ഉണ്ടായിരുന്നു. ഞങ്ങൾ ബാബു എന്നല്ലേ വിളിക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം ബാബു ഇല്ല. അതിന് പകരം ബാബുവിൻ്റെ വൈഫാണ് വന്നിരിക്കുന്നത്, ജയ വിത്ത് എ ഫ്രണ്ട്. ഈസ്റ്റ് വിങ് ട്രാവൽസ് ആണ് ഈ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഉസ്ബെക്കിസ്ഥാനിൽ പോയ ലേഡീസ് ട്രിപ്പിൽ ഉണ്ടായിരുന്ന 2 ആൾക്കാർ ഇപ്രാവശ്യവും വരുന്നുണ്ട്. അതിലൊരാൾ ശ്രീജയാണ് ബാംഗ്ലൂരിൽ നിന്നുള്ള, രണ്ടാമത്തെ ആൾ ട്രിവാൻഡ്രത്തു നിന്നുള്ള വേണുവായിരുന്നു. പക്ഷെ ബാക്കിയുള്ളവരെല്ലാം ന്യൂ ഫേസസ് ആണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ആരെയും പരിചയമില്ല. ലേഡീസ് ഉള്ളി ട്രിപ്പ് ആയിരുന്നെങ്കിലും ഈ ഒരു ട്രിപ്പിൽ ഒരു കപ്പിളുണ്ട്. അതുകൂടാണ്ട് ഒരു ഫാമിലിയും വന്നിട്ടുണ്ട്. ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ ഈസ്റ്റ് വിങ്ങിൻ്റെ തന്നെ വൺ ഓഫ് ദ ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ വൈഫ്, കുട്ടികൾ, 3 കുട്ടികളും പിന്നെ അച്ഛൻ, അമ്മ, അങ്ങനെ അവരൊരു 7 പേര് വന്നിട്ടുണ്ട്. അതുകൂടാണ്ട് അവരുടെ തന്നെ ഒരു ഫ്രണ്ടായിട്ടുള്ളൊരു കപ്പിൾ വന്നിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് അവരൊരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. ഇത്രയും ആൾക്കാർ വന്നിട്ടുണ്ട്. തായ്ലൻഡിലേക്കുള്ള ഈ ഒരു ട്രിപ്പിൽ ലേഡീസ് ഒള്ളിയുടെ പാർട്ടായിട്ടുള്ളൊരു 12 പേരും അതുകൂടാണ്ട് ഫാമിലി മെമ്പേഴ്സായിട്ടുള്ള കുറച്ച് പേരും എല്ലാവരും കൂടി ചേർത്തൊരു 22 പേരോളം ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ബോർഡിംഗ് ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത് നേരെ പോയത് ഫുഡ് കോർട്ടിലേക്കാണ്. കാര്യം ഇതൊരു മിഡ് നൈറ്റ് ഫ്ലൈറ്റ് ആണ്. മാത്രമല്ല ഒരു ഇക്കോണമി ഫ്ലൈറ്റ് ആണ് ബത്തിക് എയറിൻ്റെ. ഈസ്റ്റ് വിങ് ട്രാവൽസ് അതുകൊണ്ട് തന്നെ നമ്മൾക്കുള്ള ഫുഡെല്ലാം ഡിന്നർ അവിടുത്തെ ഫുഡ് കോർട്ടിൽ തന്നെ അറേഞ്ച് ചെയ്തിരുന്നു. അങ്ങനെ ഫ്ലൈറ്റിലുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യാൻ തീരുമാനിച്ചു. കാര്യം നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ ഒന്ന് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാമല്ലോ. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമ്മളൊരു എയർപോർട്ടിലെത്തും. അപ്പോൾ ആ ഒരു പ്ലാനിങ് ആയിരുന്നു എന്ന് തോന്നുന്നു. ഈസ്റ്റ് വിങ് വളരെ ബുദ്ധിപൂർവ്വം ഫുഡ് എയർപോർട്ടിൽ നിന്ന് തന്നെ അറേഞ്ച് ചെയ്തു. അടിപൊളി ബിരിയാണി ആയിരുന്നു, ചിക്കൻ ബിരിയാണി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഇങ്ങനെ കഴിച്ച് ആസ്വദിച്ച് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുവാണ്. All remaining guests kindly contact Air Asia staff at gate number 5A immediately. Thank you. ആൻഡ് ഫൈനലി ബോർഡിംഗ് ടൈം ആയി. അങ്ങനെ എല്ലാവരും ഫ്ലൈറ്റിലേക്ക്. ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ മലേഷ്യയിലെ കൊലാലംപൂറിലേക്കാണ് ഞങ്ങളുടെ ആദ്യത്തെ സ്റ്റോപ്പ് ഓവർ. ഓഹോ, നിങ്ങൾക്ക് അടുത്തടുത്ത് നമ്മളിവിടെ തന്നെയാണോ? 18F. ഓക്കെ. Good evening, ladies and gentlemen. On behalf of Batik Air, I am your crew in charge. Would like to welcome you on our flight OD. അങ്ങനെ കൊച്ചിയിൽ നിന്നും കൊലാലംപൂർ എത്തിക്കഴിഞ്ഞു. ഇനി ഇവിടെ ഒരു വെയിറ്റിംഗ് ടൈമുണ്ട്. ഈ സ്റ്റോപ്പ് ഓവറിൽ 5 മണിക്കൂറോളം നമുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മുടെ കണക്റ്റിംഗ് ഫ്ലൈറ്റ് only after 5 hours. ഇനി ഇവിടെ ഒരു 5 മണിക്കൂർ വെയിറ്റിംഗ് ടൈം. അത് കഴിഞ്ഞാൽ ഫുക്കറ്റിലേക്കുള്ള കണക്റ്റിംഗ് ഫ്ലൈറ്റിലേക്ക് കയറാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 5 മണിക്കൂറോളം സമയമുണ്ട്. അത് കാരണം ഞങ്ങൾ ഇങ്ങനെ കറങ്ങി നടക്കണം കുലാലംപൂർ എയർപോർട്ടിൽ. ഇവിടെ വെറുതെ വിൻഡോ ഷോപ്പിംഗ് പോലെ കാണാനായിട്ട് കാഴ്ചകളൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ കറങ്ങി നടക്കാനുള്ളൊരു ടൈമിംഗ് അല്ല ഇപ്പോൾ. കാരണം നമ്മൾ മിഡ് നൈറ്റാണ് കൊച്ചിയിൽ നിന്നും യാത്ര തിരിച്ചത്. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ രാവിലെ ഏർലി മോർണിംഗ് ടൈമാണ്. അപ്പോൾ ഒരു കോഫി കുടിക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. അതുകൊണ്ട് തന്നെ എല്ലാവരും സ്റ്റാർബക്സിലേക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ സ്റ്റാർബക്സിൽ ഒരു മീറ്റിംഗ് പ്ലേസ് പോലെ എല്ലാവരും കോഫി എല്ലാം ഓർഡർ ചെയ്ത് അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്യുവാണ്.
ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ടീം മെമ്പറായിട്ട് ഒരാളും കൂടി ജോയിൻ ചെയ്തത്. അതായത് ഓസ്ട്രേലിയയിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട്, ദാറ്റ് ഈസ് ഫ്രം പെർത്ത്, കോലാലംപൂരിൽ വന്നിട്ട് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്നു. അപ്പം ഇപ്പോൾ വന്ന ആളിനെ എല്ലാവരും ഒന്ന് പരിചയപ്പെടുന്നു. കാര്യം ബാക്കി ആൾക്കാരെല്ലാം കൊച്ചിയിൽ വെച്ച് പരിചയപ്പെട്ടതാണല്ലോ. എന്തായാലും കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നതുകൊണ്ട് ഒരു 5 hours പോയതേ അറിഞ്ഞില്ല. സത്യം പറഞ്ഞാൽ സ്റ്റാർബക്സ് നമ്മൾ കൈയടക്കി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ സമയം പെട്ടെന്ന് പോയി. ബോർഡിംഗ് അവർ നെക്സ്റ്റ് ഫ്ലൈറ്റ് ടു ഫുക്കറ്റ്. കോലാലംപൂരിൽ നിന്നും ഫുക്കറ്റിലേക്കുള്ള ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ അതൊരു ഷോർട്ട് ഡിസ്റ്റൻസ് ഫ്ലൈറ്റാണ്. ഏകദേശം ഒരു 1.5 മണിക്കൂർ മതി നമുക്ക് ഫുക്കറ്റിലേക്ക് എത്താനായിട്ട്. ഫ്ലൈറ്റും കുറച്ച് ചെറിയൊരു ഫ്ലൈറ്റാണ്. അങ്ങനെ ഫൈനലി ഫുക്കറ്റ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഫ്ലൈറ്റ് കുറച്ച് ഡിലേഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ എല്ലാ പ്ലാനിങ്ങും കുറച്ച് ഡിലേഡ് ആയിക്കൊണ്ടേയിരിക്കുകയാണ് സ്റ്റാർട്ടിങ് ഫ്രം ഫുക്കറ്റ്. ഇതൊരു വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഫുക്കറ്റിൽ ധാരാളം ടൂറിസ്റ്റുകൾ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട്. വിസ ഓൺ അറൈവലാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു വലിയ ലോങ് ക്യൂ കാണാം. പക്ഷേ ക്യൂ വളരെ ഫാസ്റ്റായിട്ടാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് വലിയ ഡിലേ ഇല്ല. ഞങ്ങളും ആ ക്യൂവിൻ്റെ ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞു. അങ്ങനെ വിസയുടെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞു. ഫുക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ വെൽക്കം ടു ഫുക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് നിന്നിട്ട് ഞങ്ങളൊരു ഗ്രൂപ്പ് പിക്ചർ എടുക്കുകയാണ്. കാരണം ഇതൊരു മെമ്മറി ആണല്ലോ, എല്ലാവരും കൂടി ചേർന്നിട്ട് ഇങ്ങനെ വന്നൊരു ട്രിപ്പാണ്. അതുകൊണ്ട് എയർപോർട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു വാം വെൽക്കം തന്നെയായിരുന്നു ഞങ്ങൾക്കായിട്ട് ഒരുക്കിയിരുന്നത്. ഫ്ലവേഴ്സ് എല്ലാം കൊണ്ട് ഞങ്ങളെ സ്വീകരിക്കുന്നു അവിടുത്തെ ഏജന്റിനോടൊപ്പം ഒരു ഗൈഡ് ഉണ്ട്. പിന്നെ ബസ് വാസ് ഓൾസോ വെയിറ്റിംഗ് ഫോർ us. ഉസ്ബക്കിലെ പോലെ തന്നെ ഒരു വലിയ ബസ് ഞങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതുപോലെ ധാരാളം ബസ്സുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പല സ്ഥലത്തു നിന്നും ഞങ്ങളെപ്പോലെ തന്നെ ഒരുപാട് ഗ്രൂപ്പ് ടൂറിന് വന്ന ആൾക്കാരുണ്ട്. അപ്പം എല്ലാവർക്കായിട്ടും പല പല ബസ്സുകളാണ് ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്നത്. പല സൈഡിൽ നിന്നും ആൾക്കാർ പോകുന്നതൊക്കെ കാണാം. ഗ്രൂപ്പായിട്ട് ഞങ്ങളും ഞങ്ങളുടെ ബസ്സിനകത്തേക്ക് കയറുന്നു. ഈ സമയം കൊണ്ട് തന്നെ എല്ലാവരും തമ്മിൽ നല്ല പരിചയമായി. പണ്ട് തൊട്ടേ പരിചയമുള്ള ആൾക്കാരെ പോലെയാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഗ്രൂപ്പിലെ എല്ലാവരും തമ്മിലുള്ള ഇൻട്രാക്ഷൻ. ഈ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ കോളേജ് ടൂറൊക്കെ പോകുന്ന പോലെയാണ് ഫ്രണ്ട്സുമായിട്ട്. പണ്ട് കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് നമ്മളിങ്ങനെ എക്സ്കർഷൻ ടൂറൊക്കെ പോകില്ലേ, പിക്നിക്, അതുപോലെയൊക്കെ ഒരു ഫീലിലാണ് എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ട്. കുറച്ച് ക്ഷീണിതരാണ് എല്ലാവരും, ലോങ് ജേർണി ആയിരുന്നു. എങ്കിലും കുറച്ച് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും. ഫുക്കറ്റിൻ്റെ ബ്യൂട്ടിഫുൾ റോഡ്സിലൂടെ നമ്മുടെ ബസ് യാത്ര തുടങ്ങിക്കഴിഞ്ഞു. King of fruit. We love it. We export a lot of durian to China because Chinese people they love it. നമ്മുടെ ഗൈഡ് അയാളുടെ ഡ്യൂട്ടി തുടങ്ങിക്കഴിഞ്ഞു. അതായത് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുക, നമുക്ക് എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് കൊണ്ടുപോകുന്നത്, നമുക്ക് എത്ര സമയമാണ് ഓരോ സ്ഥലത്തും സ്പെൻഡ് ചെയ്യാനായിട്ട് അവരനുവദിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. കാര്യം ഒരു ഐറ്റിനറി ഉണ്ട്. ആ ഐറ്റിനറി അനുസരിച്ചിട്ട് തന്നെ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് പോയാലേ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അങ്ങനെ ഫസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള സ്റ്റോപ്പാണ്. അതൊരു ബ്യൂട്ടിഫുൾ ഒരു റിസോർട്ട് പോലെയുള്ളൊരു സ്ഥലത്താണ് നമ്മുടെ വാഹനം കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഈ ഒരു ഏരിയൽ വ്യൂ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഒരു ട്രഡീഷണൽ പാറ്റേണിൽ ഇവരുടെ ഒരു തായ് സ്റ്റൈലിൽ ഒരു ലേക്കിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് പണിതിരിക്കുന്നത്. അപ്പോൾ അതൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയിട്ടില്ല, സ്ട്രെയിറ്റ് ഭക്ഷണം കഴിക്കാൻ ചെക്ക് ഇൻ ചെയ്യാണ്ട് നേരെ വന്നിരിക്കുകയാണ്. ഒരു തായ് വില്ലേജ് എന്താണ് പറയുക, ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് എന്നാണ് പറഞ്ഞതിൻ്റെ പേര്, കറക്റ്റ് പേര് എനിക്കറിയില്ല. എന്നാലും ഒരു ഡിഫറെൻറ്റ് ആംബിയൻസ് ഉള്ളൊരു സ്ഥലം. എല്ലാവരും അകത്തേക്ക് പോയി നമുക്ക് പോകാം. അപ്പം ലഞ്ച് കഴിക്കാൻ പോകണം. പക്ഷേ സമയം ഏതാണ്ട് 3:30 മണിയായി. പക്ഷെ സമയം ഇപ്പോൾ ഏകദേശം 3:30 മണിയായി. എല്ലാവരും വിശന്ന് വലഞ്ഞ് ടയേർഡായിട്ടിരിക്കുകയാണ് ആഫ്റ്റർ എ ലോങ് ജേർണി. പക്ഷേ ദേ ആർ ഓൾ എക്സൈറ്റഡ് ആൻഡ് ഐ എം ഓൾസോ എക്സൈറ്റഡ്. ഞങ്ങളുടെ ഫ്രണ്ടിലിരിക്കുന്ന
തായ് ഡിഷസ് എന്ന് പറഞ്ഞാൽ ടോമിയം സൂപ്പുണ്ട്, പട്ടായി ഉണ്ട്, പലതരം ചിക്കൻ, പിന്നെ അതുപോലെ ഫിഷ്, സാലഡ്സ്, വൈറ്റ് റൈസ്, ദാറ്റ് ഇസ് ജാസ്മിൻ റൈസ്, ഷ്രിംസ്, ടെമ്പുറ പ്രോൺസ്, പിന്നെന്താ പറയുക ചിക്കൻ ഇൻ ഗ്രീൻ കറി സോസ്, അതായത് ഗ്രീൻ കറി ചിക്കൻ, റെഡ് കറി ചിക്കൻ, എന്താ ഇല്ലാത്തതെന്ന് ചോദിക്കൂ. എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഒരു യമ്മി ലഞ്ചായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ളൊരു തായ് ലഞ്ചാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരുന്നത്. ഒരു സൈഡിൽ നല്ല വിശപ്പ്, അതിൻ്റെ കൂടെ നല്ല എന്താ പറയുക മൗത്ത് വാട്ടറിങ് ആയിട്ടുള്ള തായ് ഫുഡും കൂടി ഞങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിരന്നിരിക്കുന്ന കാണുമ്പോൾ പിന്നെ വേറെ ആർക്കും ഒന്നും സംസാരിക്കാൻ സമയമില്ല. എല്ലാവരും ബിസി ഈറ്റിംഗ് ആണ്. ഇനിയുള്ള സമയം കുറച്ച് നേരത്തേക്ക് എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ്. ഞങ്ങളങ്ങനെ ഭക്ഷണമൊക്കെ വളരെ എൻജോയ് ചെയ്ത് തന്നെയാണ് കഴിച്ചത്. ഇറ്റ് വാസ് ടു ഗുഡ്, പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു സ്റ്റാർട്ടിങ് വളരെ ഗംഭീരമായിരുന്നു. ഈ ട്രിപ്പിൻ്റെ ആദ്യത്തെ തായ് ഫുഡ് കഴിക്കുകയാണ് ഞങ്ങൾ തായ്ലാൻഡിൽ വന്നിട്ട്. അങ്ങനെ എല്ലാവരും തന്നെ ഫ്രഷായി ഭക്ഷണമെല്ലാം കഴിച്ചു. അങ്ങനെ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് അവിടെ നിന്നും വീണ്ടും ബസ്സിലേക്ക് കയറുന്നു. ഞങ്ങൾ ഫുക്കറ്റിൻ്റെ നഗര കാഴ്ചകളിലേക്ക് ഇറങ്ങുകയാണ്. കുറച്ച് ദൂരം ഫുക്കറ്റിൻ്റെ മനോഹരമായ റോഡിലൂടെ സഞ്ചരിച്ച് ഫൈനലി ഞങ്ങളുടെ ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞു. അതായത് ഇവിടെയാണ് ഞങ്ങൾക്ക് താമസിക്കാനായിട്ട് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് താമസിക്കാനായി ബുക്ക് ചെയ്തിരുന്ന ഹോട്ടലിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഒരു ഹോൾ ഏരിയ അവരുടെ പല പല ബ്ലോക്സ് ആയിട്ട് ബിൽഡിങ്സ് ആണ്. ഇതെല്ലാം തന്നെ ഹോട്ടൽ റൂംസ് ആണ്. റെസ്റ്റോറൻറ്റ് കോമൺ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ബിൽഡിങ്ങിലും റിസപ്ഷൻ ഏരിയ വേറൊരു ബിൽഡിങ്ങിലുമായിട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ഇൻ ചെയ്യാനായിട്ടുള്ള ഫോർമാലിറ്റീസ് കാര്യങ്ങളെല്ലാം, ബാഗ് കാര്യങ്ങൾ എല്ലാം ബസ്സിൽ നിന്ന് ഇറക്കുന്നു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ഇതൊരു സ്റ്റാർട്ടിംഗ് ആണല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് ചെക്ക് ഇൻ ചെയ്തു. ബാഗ്സൊക്കെ ആയിട്ട് ഞങ്ങളുടെ റൂംസിലേക്ക് പോവുകയാണ്. ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ ഡിലേ ആയി, പിന്നെ ഇവിടെ എത്താൻ ഡിലേ ആയി. അതുകൊണ്ട് ഒട്ടും തന്നെ സമയമില്ലായിരുന്നു. നേരെ റൂമിലേക്ക് പോകുന്നു, ഒന്ന് ഫ്രഷ് ആകുന്നു, ഡ്രസ് ചേഞ്ച് ചെയ്യുന്നു, അടുത്ത പരിപാടിക്കായിട്ട് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു. നമ്മുടെ ഹോട്ടലിൽ നിന്നും ഫ്രഷായി കുളിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഡ്രസ്സ് ചെയ്ത് ഇറങ്ങി. ഇനി ഫാന്റാസിയ ഷോ കാണാൻ പോകുന്നു, പ്ലസ് ഡിന്നർ, കുറച്ച് പരിപാടികൾ. ഓക്കെ, എല്ലാവരും ഇങ്ങനെ പല പല സ്റ്റേജസിൽ അവിടെ അവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്കായിട്ട് ബസ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്കിനി സിറ്റിയുടെ മറ്റൊരു ഭാഗത്തേക്കാണ് പോകേണ്ടത്. അവിടെ ഐറ്റിനറി പ്രകാരം ഒരു ഷോ കാണാനായിട്ടാണ് ആദ്യം പോകുന്നത്. ഞങ്ങളുടെ ഡിന്നറുണ്ട്, അതോടൊപ്പം തന്നെ ഫാന്റാസിയ ഷോ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ഷോ കാണാനും കൂടിയാണ് യാത്ര. അങ്ങനെ ഫുക്കറ്റിലെ നൈറ്റ് വൈബ്സും കണ്ടുകൊണ്ട് ഞങ്ങളുടെ വാഹനം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റഡ് സിറ്റി ഓഫ് ഫുക്കറ്റാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഫൈനലി ഫാന്റാസിയ ഷോ നടക്കുന്ന ആ ഭാഗത്തേക്ക് എത്തി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഹറിബറി ആയിരുന്നു. കാര്യം ടിക്കറ്റ് എല്ലാം അവരൊന്ന് വെരിഫൈ ചെയ്തു. ഞങ്ങൾക്ക് ഇതെല്ലാം ഓൾറെഡി പ്രീ ബുക്ക്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ടിക്കറ്റ്സ് ആണ്. അത് നമുക്ക് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്കതൊരു വലിയൊരു തീരാ നഷ്ടമായിരിക്കും. അതുകൊണ്ടാണ് കുറച്ച് സമയം വൈകിട്ടാണെങ്കിലും ഞങ്ങൾ ഓടിയെത്തിയത്. ഷോ ഫോട്ടോഗ്രാഫി പാടില്ല. ഞങ്ങൾ കുറച്ചുകൂടെ ഏർലി ആയിട്ട് വന്ന് ഡിന്നറും കഴിഞ്ഞ് ലഷേർലി ആയിട്ട് ഷോ കാണാൻ കയറാമെന്നായിരുന്നു പ്ലാൻ. പക്ഷേ അത് നടന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും തന്നെ ഹറിബറി ആയിട്ട് റെസ്റ്റോറൻറ്റ് ഏരിയയിലേക്ക് പോയി. ഈ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞാൽ കാണേണ്ട കാഴ്ചയാണ്. ഇറ്റ് ഇസ് എ ബിഗ് റെസ്റ്റോറൻറ്റ്. ഒരേ സമയം 10,000 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും വലുപ്പത്തിലുള്ള റെസ്റ്റോറൻ്റാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ആരുമില്ല. കാര്യം എല്ലാവരും കഴിച്ചിട്ട് ഷോയ്ക്ക് പോയി കഴിഞ്ഞു. ഞങ്ങളാണ് ലാസ്റ്റ് പേഴ്സൺസ്. പക്ഷെ ഞങ്ങളും പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് ഷോ കാണാനായിട്ട് കയറണം. ഇവിടുത്തെ ഫുഡിൻ്റെ സ്പ്രെഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞാൽ കുറച്ച് സമയം കൂടുതലുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി എൻജോയ് ചെയ്ത് ഇതെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യായിരുന്നല്ലോ എന്നൊക്കെ തോന്നും കേട്ടോ. കാര്യം അത്രയ്ക്ക് വെസ്റ്റേൺ ആണെങ്കിൽ അങ്ങനെ,
പിന്നെന്താ പറയുക, ഈസ്റ്റേൺ ആണെങ്കിൽ അങ്ങനെ ഏത് ടൈപ്പ് ഓഫ് ഫുഡ് വേണം, ജാപ്പനീസ്, തായ്, ചൈനീസ്, ഇന്ത്യൻ, കോണ്ടിനെൻ്റൽ, ഇറ്റാലിയൻ, എല്ലാ ഫുഡും അവിടെ സ്പ്രെഡായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ് ഫ്രം സൂപ്സ്, പിന്നെ സ്റ്റാർട്ടേഴ്സ്, സ്നാക്സ്, മെയിൻ കോഴ്സ്, അത് കഴിഞ്ഞിട്ട് ഡിസേർട്ട് ഐറ്റംസ് എല്ലാം അൺലിമിറ്റഡ് ആയിട്ട് ഗംഭീരമായിട്ടുള്ളൊരു സ്പ്രെഡാണ്. അപ്പോൾ കൂടുതൽ സമയമുണ്ടായിരുന്നെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ടേസ്റ്റ് ചെയ്ത് കുറച്ചുകൂടി എൻജോയ് ചെയ്യാമായിരുന്നു എന്ന് എല്ലാവരും പരസ്പരം പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ എല്ലാവരും തന്നെ എത്രയും പെട്ടെന്ന് ഡിന്നർ ഫിനിഷ് ചെയ്തു, കുറച്ച് ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എടുത്തു, എന്നിട്ട് ഷോ നടക്കുന്ന ഭാഗത്തേക്ക് പോവുകയാണ്. ഷോ നടക്കുന്ന ഹാളിനകത്ത് ഫോട്ടോഗ്രാഫി റെസ്ട്രിക്റ്റഡ് ആണ്. എങ്കിലും ഷോയുടെ അവസാന ഭാഗം എത്തിയപ്പോൾ അവർ നമ്മളെ ക്യാമറ ഉപയോഗിക്കാനായിട്ട് അനുവദിച്ചു. എത്ര മനോഹരമായൊരു ഷോ ആയിരുന്നു എന്നറിയുമ്പോൾ പറയാൻ വാക്കുകളില്ല. ഇറ്റ് വാസ് സച്ച് എ ബ്യൂട്ടിഫുൾ ഷോ. നമ്മുടെ ഫ്രണ്ടിലുള്ള സ്റ്റേജിൽ മിന്നി മറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊരു ഡാൻസ് ആൻഡ് മ്യൂസിക്കൽ ഷോയാണ്. പലതരം മ്യൂസിക്കിലൂടെ പലതരം ഡാൻസിലൂടെ കഥ പറയുന്ന ഒരു രീതി. അപ്പോൾ ഈ ഒരു കഥ എന്ന് പറയുമ്പോൾ കുറച്ച് മിസ്റ്റിക്കലായിട്ടുള്ള കഥാപാത്രങ്ങളും വേറൊരു ലോകത്തേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മുടെ കണ്ണിന് മുന്നിൽ തന്നെ സീസൺസ് മാറുന്ന കാഴ്ച കാണാം. മഴ പെയ്യുന്നു, വെയിൽ വരുന്നു, പിന്നെ അതുപോലെ ഗ്രാമപ്രദേശങ്ങൾ വരുന്നു. ഒരു സമയത്ത് നമ്മളുടെ ഫ്രണ്ടിലൂടെ ഒരു റിവർ ഒഴുകുന്ന കാഴ്ചയും അതിലൂടെ കഥാപാത്രങ്ങൾ ബോട്ട് പറഞ്ഞാൽ വള്ളത്തിൽ ഇങ്ങനെ തുഴഞ്ഞു പോകുന്ന കാഴ്ച എല്ലാം കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. സ്റ്റേജസ് മാറുന്നത് നിമിഷങ്ങൾ, അതായത് സെക്കൻഡ്സ് കൊണ്ടാണ് സ്റ്റേജ് മാറി മറിയുന്നത്. ചെറുതായിട്ട് ഇതൊരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ പോലെ ഇടയ്ക്കിടയ്ക്ക് ലൈറ്റ്സ് മങ്ങുന്ന സമയത്താണ് ഈ ഒരു ചേഞ്ച് ഓവർ വരുന്നത്. നമ്മൾക്ക് പോലും അത്ഭുതം തോന്നുന്ന രീതിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് പല പല കാര്യങ്ങളും മാറി മറിഞ്ഞു വരുന്നത്. ആ ഷോ കഴിഞ്ഞപ്പോൾ എല്ലാ ആർട്ടിസ്റ്റുകളും ഫൈനലായിട്ട് സ്റ്റേജിൽ വന്ന് നമ്മളെല്ലാവരെയും ഒന്ന് വണങ്ങുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇറ്റ് വാസ് എൻ എക്സ്ട്രാ ഓർഡിനറി ഷോ. നിങ്ങൾ എപ്പോഴെങ്കിലും ഫുക്കറ്റിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മിസ് ചെയ്യാൻ പാടില്ല. ഈ തിയേറ്ററിൽ വന്നിട്ട് ഈ ഫെൻറ്റാസിയ ഷോ കണ്ടിരിക്കണം. ഇറ്റ്സ് എ മസ്റ്റ് സീ ഷോ. അതൊരു എക്സ്പീരിയൻസ് ആണ്, വെറും ഒരു ഷോ അല്ല. ഇറ്റ് ഈസ് എൻ എക്സ്പീരിയൻസ്. ആ ഒരു ബ്യൂട്ടിഫുൾ ഷോയുടെ ഒരു ഹാങ് ഓവറിലാണ് ഞങ്ങൾ എല്ലാവരും തിയേറ്ററിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത്. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഫോട്ടോ സെഷനാണ്. കാര്യം ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ കഥാപാത്രങ്ങളും അവരെല്ലാം എത്ര മനോഹരമായിട്ടാണെന്നോ ഡ്രസ്സ് ചെയ്തിരുന്നത്, എത്ര മനോഹരമായിട്ടാണെന്നോ പെർഫോം ചെയ്തത്. ആ ആർട്ടിസ്റ്റുകളെല്ലാം തന്നെ പുറത്ത് നമ്മൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതും ഈ പ്രോഗ്രാമിൻ്റെ ഒരു പാർട്ടാണ്. അതായത് അവർ ഡയറക്റ്റായിട്ട് വന്നിരിക്കുന്ന കാണികളെ എല്ലാവരും മീറ്റ് ആൻഡ് ഗ്രീറ്റ് എന്നുള്ളൊരു ഫോർമൽ ചടങ്ങ് പോലെ നമ്മളോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ എല്ലാം കുറച്ച് വളരെ ഇൻഫോർമലായിട്ടാണ് നമ്മളെയൊക്കെ പരിചയപ്പെടുന്നത്. അങ്ങനെ എല്ലാവരും ഓടി നടന്ന് പിക്ചേഴ്സൊക്കെ എടുക്കുമായിരുന്നു. ഞാനവിടെ പിക്ചേഴ്സും എടുത്തു, റീലും എടുത്തു. ഇങ്ങനെ കുറച്ച് ഒരു 5-10 മിനിറ്റ് അങ്ങനെ എല്ലാവരോടൊപ്പം ഞാനും സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഒരു നല്ലൊരു ദിവസം അവസാനിക്കേണ്ട സമയമായി എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ ഞങ്ങളെല്ലാവരും തിയേറ്ററിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്നു. ഞങ്ങളുടെ ബസ് ഞങ്ങൾക്കായിട്ട് അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. പക്ഷെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ചെറിയ മഴ, ഒരു നല്ല മഴ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ ആ സമയം ഞങ്ങൾ തിയേറ്ററിനകത്തായിരുന്നതുകൊണ്ട് ഞങ്ങൾ അതൊന്നും ഫീൽ ചെയ്തില്ല. ഇപ്പോൾ ആ ഒരു മഴ കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ചാറ്റൽ മഴയിൽ നിൽക്കുകയാണ്. അങ്ങനെ തിയേറ്ററിൽ നിന്നും ഞങ്ങൾ നേരെ ചാറ്റൽ മഴയും നനഞ്ഞുകൊണ്ട് നമ്മളുടെ ബസ്സിനകത്തേക്ക് പോകുന്നു. ഇനി ബസ് നേരെ നമ്മളുടെ ഹോട്ടലിലേക്കാണ്.
അപ്പോൾ ഇന്നത്തെ ഡേ 1 വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളെല്ലാം അടുത്ത വീഡിയോസിലുണ്ടാകും. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ ടു ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.